വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോ നടക്കുന്നത് വലിയ പൊലികളോടെയാണ് കാരണം 9ാമത്തെ എപ്പിസോഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ജസ്റ്റ് ഒരു റിക്കവർ സ്റ്റോപ്പ് എടുത്തു. കാരണം കുറച്ച് അസുഖങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്ന്. പിന്നെ ഗ്രൈൻഡ് പണിയാണ് മക്കളെ. ഞാൻ എത്ര ദിവസം ലാവപ്പോൾ എറിഞ്ഞു, കിട്ടിയോ ഇല്ല. അടില സാറ്റോക്ക് ലവ പോപ്സ്. യെസ് മക്കളെ, നമുക്ക് ലവപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കലോടെ നല്ല ഗ്രൈൻഡിങ് ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ ലാവപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെതർ പോണ കാര്യം കുശാലായി, റെഡിയായി. അത് നമ്മളിനി പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇവിടെ അല്ലേ, നമ്മൾ ബേസിലാണ്. നമ്മൾ ഈ പണി നെതർ ഇപ്പം നമുക്ക് പോയിട്ടുള്ള കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നെതർ ഞാൻ പോകുന്നില്ല. ലാവപ്പോൾ എന്തായാലും സേഫ്റ്റി കൊണ്ട് കണ്ടെത്തി വെച്ചതാണ്. നെതറിൽ എന്തായാലും പോകുന്നില്ല. കുറച്ച് ദിവസം കണ്ടപ്പോൾ നോക്കാം. നെതറിപ്പം സാറിലൊക്കെ ഞാൻ എടുത്ത ശരിക്കായിരുന്നു. കാരണം എൻ്റെ കാര്യമുണ്ട്, എനിക്കറിയാം എന്തായാലും ഒരു വട്ടം ഞാൻ ലാവപ്പോൾ കയറി ചാവുന്നു. ബട്ട് മറ്റേ ഭാഗ്യം ചത്തില്ല. പിന്നെ ഫുഡൊക്കെ ഫുള്ള് തീർന്നു. കാരണം ഫുൾ പീപ്പിനും സ്കെലിട്ടൻ വരുന്നു, സോംബി ഒരു ക്രീപ്പറും മയിലൂടെ ഇല്ലെങ്കിലും നല്ല ഉണ്ടായിരുന്നു, നല്ല ശല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും റെഡിയാക്കി. പിന്നെ ഞാൻ മറ്റു ലാവപ്പോളില്ലേ, അന്ന് ഗ്രൈൻഡ് ചെയ്ത അതെന്താ കിട്ടാൻ കഴിഞ്ഞാലേ, സത്യത്തിൽ ആ ലാവപ്പോളിൻ്റെ സ്ഥലം ഏറ്റവും അടിയിലാണ്. ഇവിടെ നമ്മളെ മാപ്പിൽ കാണിക്കുമ്പോൾ തെറ്റിയതാണ്. ഞാൻ പിന്നെ നോക്കി. ബട്ട് നമുക്ക് മറ്റേ ഇതിപ്പോൾ കിട്ടിയല്ലോ. ഇതാണെങ്കിൽ അത്യാവശ്യം വലുപ്പമുണ്ട്, അത്യാവശ്യം ആയതുകൊണ്ട്. കാരണം കുറച്ച് 5-6 ബ്ലോക്ക് അടിയിൽ നിന്ന് തന്നെയാണ് ഇത് കിട്ടിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് ആയും ഉണ്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് മിസ്ക്ലിക്ക് ചെയ്ത് നോക്കണം. ബട്ട് വലുതായാലും ചെറിയ മിസ്ക്ലിക്കൊന്നും കുഴപ്പമില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ ഈ 6 ബ്രെഡുകളിൽ നമ്മൾ ഓക്കെയാണ്. കാരണം ഫുഡ് ഫാർമുണ്ട്. നമുക്ക് വിളവായതെല്ലാം ഒന്ന് കുറച്ചെടുത്തേക്കാം. അടുത്ത് കുറച്ചവിടെ ഇരിപ്പുണ്ട്. കാരണം ഞാൻ ഇത് എടുക്കൽ മാത്രമേ ഉള്ളൂ, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഒക്കെ വില്ലേജർമാരെടുത്ത് കേട്ടതാണ്. വില്ലേജ് പോയപ്പോഴാണല്ല, പോലും നമ്മൾ കണ്ടിട്ടില്ല. അടിപൊളിയായിട്ടെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വളരാനുള്ളതാണ്. കുറച്ച് ഇത് നട്ടു വെച്ചാണ്. ഇത് മൊത്തം ഒന്ന് നടന്നു. പിന്നെ ഞാൻ നോക്കി ഇനി എന്താ വേണ്ടതെന്ന്. ഞാൻ ഇനിയും റെഡ് സാൻഡ് വെച്ചിട്ടാണ് മറ്റേ ഇതുണ്ടാക്കുന്നത്. ഇത് ഗ്ലാസ് അത് ലാഭം ഉള്ളടാ. മറ്റേതാവുമ്പോൾ സാൻഡ് ഇവിടെ ഉള്ളിൽ കിട്ടാനില്ല. പിന്നെ രണ്ടിനും വരെ യൂസേജ് ആണ്, കളർ വ്യത്യാസമല്ലേ ഉള്ളൂ. ഇത് പരതോട്ടും പിന്നെ അത് ഗ്ലാസ് ആക്കും, പിന്നെ കളർ വ്യത്യാസമില്ല. പിന്നെ അതൊരു കുഴപ്പമില്ലല്ലോ. നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് കോബിൾ സ്റ്റോൺ ഇല്ലേ, ഇവിടെ മൊത്തം കോബിൾ സ്റ്റോൺ കൊണ്ട് ഇവിടെയൊക്കെ ക്രീപ്പർ കുട്ടിയാകെ അടിയിലും ഇവിടൊക്കെ നമ്മൾ കോബിൾ സ്റ്റോൺ വെക്കും. അല്ല, ഇവിടൊക്കെ ഗ്രാസ്, അടി മൊത്തം ഗ്രാസ്, ചുമര് മൊത്തം കോബിൾ സ്റ്റോൺ വെക്കും. എന്നിട്ട് ഈ ഒരു ലെവൽ ഞാൻ കളിച്ചത്, ഈ ഒരു ബ്ലോക്ക് ലെവലിൽ നമ്മൾ മൊത്തം ഒരു ഗ്ലാസിൻ്റെ ഒരു സെറ്റപ്പ് വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ആയിരിക്കും നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു യാത്രക്ക് പോയി മുന്നിട്ട് വന്നൊരു ക്യുക്ക് സെറ്റിങ്സ് എന്ന് പറയില്ല നമ്മുടെ മൊബൈലിലുള്ള, അതുപോലെ ക്യുക്ക് ഏരിയ. അതേ കാര്യം ഇവിടെ കുറച്ച് ജസ്റ്റ് അടുക്കി വെക്കുക. ഒരു മിനി സ്റ്റോറേജ്, ചെറിയൊരു കുറച്ച് 5-6 ഫാർമുകളും ഇവിടെ നമ്മൾ കുത്തി ഇറക്കും. അയൺ ഫാർമും ഇവിടെ നമ്മൾ വേറെ ഉണ്ടാക്കും. കാരണം അയൺ ഫാർമ് മറ്റേ ബ്രീഡറും റൈഡിങ് ഹാളൊക്കെ പാടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ പാടെ തൊലഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. മറ്റേ സുദീപിളുടെ ഇതിലോർമ്മ സ്കൈ ബ്ലോക്കിൽ ലേറ്റസ്റ്റ് അതിൽ പോലെ എടുത്തപ്പോൾ നമ്മൾ നെതർ പോയിന്റ് ശേഷം നമ്മൾ ഏതൊരു അട്ടത്ത് പോയി കണ്ടേ കാരണം ഇതൊക്കെ ഉണ്ടാക്കുക. കുറേ ദൂരെ ഒന്നും ഉണ്ടാക്കില്ലെങ്കിലും കുറച്ചൊക്കെ ഒന്ന് ദൂരെ പോയിട്ട് ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക.
അപ്പോൾ പിന്നെ ഇതൊരു ഗ്രൈൻഡ് പണിയാണ്. ക്യാമറ കാണിച്ചാൽ ബോറാവും. അതുകൊണ്ട് തന്നെ നമ്മളിത് എന്ത് ചെയ്യും, ഞാൻ ഇത് ഓഫ് ക്യാം ചെയ്തോളാം. ഇന്നത്തെ നമ്മളെ പരിപാടി കുറച്ച് ഡെക്കറേഷൻ വർക്ക് കരുതിയിരിക്കുകയായിരുന്നു. നമുക്ക് ഈ അയൺ ആർമർ ഒന്ന് കുറച്ച് റെഡിയാക്കാം. അയൺ ആർമറേ, എൻ്റെ അയൺ ആർമർ പറ്റ എൻ്റെ അടുത്ത് ആകെ ജസ്റ്റ് ഉണ്ട്. ഞാൻ എന്നോ കാലത്ത് കിട്ടിയപ്പോൾ ഉണ്ടാക്കിയ ഒരു 3 അയൺ ഇരിപ്പുണ്ട്. പിന്നെ ഇല്ല, അവിടെ ഇനി അയൺ ഇങ്കറ്റ് ഉണ്ട്. ഇല്ല, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങനത്തെ വെച്ചത് എനിക്ക് ആവശ്യമായിരുന്നു. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതിനുണ്ട്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ വീറ്റ്? വീറ്റുണ്ടോ? 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 എന്താണ് ഈ മെസ്സേജ് ഒക്കെ? ഒരു കളവും വരത്ത് മെസ്സേജ് അയക്കും. ഓക്കെ, 17 ബഡ്സ്. ലെറ്റ്സ് ഗോ. അയണിന് വേണ്ടി വേറെ തിരഞ്ഞു പോയി. ഞാൻ കുറേ സ്ഥലം നോക്കി, എനിക്ക് അയൺ കിട്ടിയില്ല. ഞാൻ ഒരു അയണ് പ്യോറിലും കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാ അയൺസും എവിടെ നിന്ന് കിട്ടിയോ അവിടെ പോയി തന്നെ നമ്മൾ മൈൻ ചെയ്യാൻ പോവാണ്. അവിടെ നിന്ന് എനിക്ക് കിട്ടത്തുള്ളൂ. വേറെ എത്ര സ്ഥലം ഞാൻ നോക്കി, അവിടെ നിന്നും കിട്ടിയില്ല. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കിട്ടുള്ളൂ. തൽക്കാലത്തിന് ഇത് ഞാൻ ക്യാമറ കാണിക്കുന്നില്ല, ഓഫ് ക്യാം. ഓക്കെ, ഇത് ഓഫ് ക്യാം ആയിരിക്കും. അയൺ കിട്ടിയിട്ട് നിങ്ങളതിനെ അപ്ഡേറ്റ് ചെയ്യാം. ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഞാൻ മൈൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു, എടാ ഇത് വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഒരു അയൺ ഫാം ഉണ്ടാക്കാം. അയൺ ഫാം ഉണ്ടാക്കാൻ ബ്രേഡർ പോലും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം എൻ്റെ മനസ്സ് പറയണ ഈ കോപ്പർ ആർമൂർത്തിനാണ് തന്നിരിക്കുകയാണ്. അപ്പം എന്തായാലും മനസ്സ് ഡീമോട്ടിവേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ഇതില്ലേ ഓക്കെ എല്ലാം വെച്ച് തരട്ടെ. മിസ് ക്ലിക്ക് എന്ന പരിപാടിയില്ല. മിസ് ക്ലിക്ക് ചെയ്ത് അവിടെ പോയി. കാരണം ഉള്ളത് ഗ്ലാസ് ആണ്, എൻ്റെ ദിസിൽ പോലും ഇല്ല. പൊട്ടിയതാണ്. ഞാൻ ഇത് വല്ല ബോറാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ആ ഗ്ലാസിൻ്റെ ലൈൻ കാണാതിരിക്കണ മറ്റേ മോഡില്ലേ, കണക്റ്റ് എടുത്തിടാം. ഏത് ഐസ് ഇത് ബോറോ ഇത് ബോറോ NMLG എന്നെ കാത്തു. നമുക്ക് സാമാനം എടുക്കാൻ പോവാം. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് ഈ വാട്ടറിൻ്റെ ഇതിലെങ്ങനെ നടക്കണം, എന്തൊരു കഥയാണ് പറയുന്നത്. പക്ഷെ നല്ല സുഖമാണ് കയറി പോകാനും. അതേപോലെ തന്നെ MLG രസമാണല്ലേ. നമുക്ക് ചാടും അറിഞ്ഞിട്ട് നമ്മൾ
അങ്ങോട്ട് ചെന്നിട്ട് ഒറ്റ ബക്കറ്റ് വെള്ളം അങ്ങോട്ട് പാർന്നോടും. പിന്നെ MLG അറിയുന്നത് കൊണ്ട് അഹങ്കരിക്കാം, അതൊക്കെ ഇഷ്ടമാണ്. കാരണം MLG അറിയുന്നതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാൻ പറ്റും. കാരണം എന്താ പറയുക, MLG അറിയാതെ ഒരുപാട് പേരുണ്ട്. സുദീപ്രൊക്കെ MLG ഇപ്പോഴും ശരിക്കും അറിഞ്ഞു. കാരണം എന്താ പറയുക, ഞാൻ സുദീപ്രനെ കളിയാക്കുകയോ സുദീപ്രനെ ഡീമോട്ടിവേറ്റ് പറഞ്ഞല്ല. അത് ഇപ്പം ഞാൻ കളിക്കുന്ന മൊബൈലാണ്. എൻ്റെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ ക്ലിക്ക് റേറ്റ് അനുസരിച്ച് കാരണം എൻ്റെ MLG. ബട്ട് സുദീപ്ര PC കളിക്കുന്നു. അപ്പം അതിൻ്റെ കണക്കുന്ന അദ്ദേഹത്തിൻ്റെ മൗസാണ്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മൗസ് ക്ലിക്ക് റേഞ്ച് കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും. കാരണം അങ്ങനെ MLG ചെയ്യാറുണ്ട്. ബട്ട് ചിലപ്പോഴൊക്കെ MLG പാളാറുമുണ്ട്. അതോ ഇനി പട്ടിഷോ കാണിക്കാത്ത ആളാണ് MLG വീഡിയോ കാണിക്കത്തില്ല, അങ്ങനത്തെ സെഗ്മെൻ്റ് ആണോ അതും എനിക്കറിയാം. എന്തായാലും ഒരു സ്റ്റാഗ് റെഡ്സ് ആണെങ്കിൽ നോക്കുമ്പോൾ റെഡ്സ് ഇവിടെ കുറേ ഉണ്ടല്ലോ അല്ലേ. പിന്നെ ഈ സാധനം പുതിയ സ്റ്റിക്കും കിട്ടും. ഒരു സ്റ്റാക്കായ ഞാൻ നിർത്തും. പിന്നെ കോൾഡ് പ്രശ്നമില്ല. മറ്റേ പോയ ഇതില്ലേ അപ്പോൾ കേവ് അല്ല അയണില്ല, സ്റ്റോൺ ഇല്ല, അങ്ങോട്ട് കോളല്ല അങ്ങോട്ട്. വില്ലേജർമാരുടെ അടുത്ത് ട്രേഡ് ചെയ്യാൻ അത്ര നല്ല പണിയൊന്നും തോന്നില്ല. കാരണം ഇവർ റെയ്ഡ് ഫാർമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ബട്ട് റെയ്ഡ് ഫാർം ഉണ്ടാക്കിയും കുറേ പണി കുറഞ്ഞിട്ട് ശരിയാണ്. സ്റ്റാക്കും 15 ഒക്കെ. അയ്യോ, ഒരുത്ത വണ്ടി വരുന്നേ, എന്നെ കൊല്ലാൻ വരുന്നേ, അമ്മേ കൊല്ലാൻ വരുന്നേ, എന്നെ കൊല്ലാൻ വരുന്നേ, എന്നെ കൊല്ലാൻ വരുന്നേ. അയ്യോ സോട്ടറാ എടുത്തരാ പോയോ. ചേടാ ഓറ മൊത്തം വെറുതെ കൊണ്ടു കളഞ്ഞല്ലോ. അയ്യോ ചടിപ്പോയി. Okay, and എൻ്റെ അമ്മ നമ്മളെ എൻ്റെ അത് തീർച്ച പോന്നാണ് കണ്ടി. നിന്റെ അടുത്ത് എന്തോ ഉണ്ടാക്കാൻ വന്ന് കറി എൻ്റെ വീട്ടിൽ കയറി വന്നാടെ ശരിയാക്കി തരാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ ചെയ്യണം. അപ്പോൾ ഒന്നുമില്ല, അപ്പോൾ അതൊക്കെ തന്നെ, ഏതൊക്കെ തന്നെ. ബൈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടെ, എന്നാലേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ.